നൂരച്ച നാദ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ, വേഗം വരാമെന്നൂരച്ച നാദ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ, എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ, എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. യേശുയെ പക്ഷമായി തീർന്നാലീന എന്തോരാനന്ദമേ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നദീന എന്തോരാനന്ദമേ ഭൂവിൽ വാസം. എത്ര ബോധം പാതലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ജോർജ് അവറുകളെ, എൻ്റെ കുടുംബം, എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് പകലിൽ അറിയിക്കുന്നു. ഈ സഭായോഗത്തിൽ എനിക്കും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വിശേഷാല് ദൈവത്തിൽ പ്രിയ ലിപ്സിയോട് കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ ഈ അവസരത്തിനായും സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് അവർ പ്രിയ പൈതലിന്റെ മാതൃസഭയിലെ ചില വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ ബന്ധം ഞാൻ കുടുംബമായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ആ ഭവനം കർത്തൃവേലയ്ക്ക് ഞങ്ങൾക്കും ഒക്കെ അനുഗ്രഹവും ആശ്വാസവും ഒക്കെ ആയിരുന്നു. അത് ഓർത്ത് ഇന്ന് പകലിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദേശത്ത് കടന്നു അവരോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. എന്റെ പേര് ഇവിടെ കർത്തൃദാസനും പറഞ്ഞു. എന്റെ പേര് സണ്ണി ഫിലിപ്പ് എന്നാണ്. എന്റെ സ്വദേശം റാന്നി കീക്കിഴൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. കഴിഞ്ഞ 34 വർഷമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പലയിടങ്ങളിലായി ഞങ്ങൾ കുടുംബമായിരിക്കുന്നു. ഇപ്പോൾ റാന്നിയിലെ പൂവന്മല എന്ന് പറയുന്ന ദൈവസഭ IPCയുടെ ബന്ധത്തിൽ ദൈവസഭയിലെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നടത്തുന്ന എല്ലാ കൃപയ്ക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. 2 പേർ വിവാഹിതരാണ്. 2 പേർ അവർക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. എൻ്റെ ഏക മകൻ കർത്താവിന്റെ വേലയിലെ ആയിരിക്കുന്നു, സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്നു വിദേശ രാജ്യത്തെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തുന്ന എല്ലാ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. പുകഴുവാനോ പ്രശംസിക്കുവാനോ ഭൂമിയിൽ ഒന്നുമില്ല. വല്ലതുമുണ്ടെങ്കിൽ കർത്താവിൽ മാത്രമാണ്. ദൈവത്തിന് മഹത്വം. ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ച ഒരു കൃഷിക്കാരന്റെ മകനായി ജനിച്ച എനിക്ക് ഇന്നയോളം ദൈവം എന്നെ നിർത്തിയ ആ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനൊരു എല്ലാ വാക്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട 3-ാമത്തെ വാക്യം, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ ആരാധന മധ്യത്തിൽ നമ്മൾ കടന്നു ഒരുക്കത്തോടാണെങ്കിൽ ഒരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. സങ്കീർത്തനകനായ ദാവീദ് എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയം ദൈവജനമേ, നമ്മൾ ഏത് വിഷയവുമായിട്ട്, ഏത് ആവശ്യങ്ങളുമായിട്ട്, ഏത് പ്രതിസന്ധിയുമായിട്ടാണോ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോള് വിട്ട് കടന്നു പോകുമ്പോൾ എന്റെ വിഷയത്തെ നിശ്ചയമായ ദൈവം മറുപടി തന്നിരിക്കുക. ആ ഒരു വിശ്വാസത്തോടെ ഇന്ന് പകൽ നമുക്ക് ഇവിടെ ആയിരിക്കാൻ തക്കും ഇടയാ തീരട്ടെ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 3 സഹോദരിമാരെ കാണുന്നുണ്ട്. അവരെ അധികാലത്തെ ആഴ്ച 1-ാം ദിവസം അധികാലത്തെ അവർ കല്ലറയിലേക്ക് ഓടുകയാണ്.
അവരോടുന്നതിന്റെ വിഷയം കർത്താവിന്റെ ശരീരം ഒന്ന് കാണും. പക്ഷെങ്കിൽ അവരോടുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, ദൈവത്തിന് ഒരു സുഗന്ധ വർഗം, ഒരു സുഗന്ധ തൈലം. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ആ കർത്താവ് ശരീരത്തെ ആ സുഗന്ധം ഒന്ന് പൂഷണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവരോടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരമേറിയ വിഷയം, നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും? ദൈവത്തിന് ഇന്ന് പകലിൽ ദൈവത്തിന് മഹത്വം. എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? എന്റെ കുടുംബത്തിന് വേണ്ടി ആര് പ്രവർത്തിക്കും? എന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും എന്നുള്ള ഭാരമേറിയ വിഷയവുമായിട്ട് ഇന്ന് പകലിൽ ഇവിടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പറയട്ടെ, അവർ നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും എന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് ഹല്ലേലൂയ വിശ്വസിക്കാത്ത വിചാരം അവർക്ക് വേണ്ടി കല്ല് മാറിയെങ്കിൽ, അവർക്ക് കഴിയാത്ത, അവരെ കൊണ്ട് അസാധ്യമായിരിക്കുന്ന ആ കല്ല് മാറ്റിയെങ്കിൽ, ഇന്ന് പകൽസമയം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം ഇന്ന് പകലിൽ മഹത്വപ്പെടുവാൻ ഇടയാ തീരട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അസാധ്യമായത് ഒന്ന് കർത്താവിന്റെ ഹല്ലേലൂയ പുസ്തകത്തിൽ ഇല്ല. അവനെല്ലാം സാധ്യമാണ്. അവന്റെ പ്രവൃത്തി എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് പകലിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരുപ്പിൻ. രണ്ടാമത് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവനുമേലിട്ടുകൊള്ളുവീൻ. അപ്പോസ്തലനായ പത്രോസ് വിശുദ്ധന്മാർക്ക് വിളിക്കപ്പെട്ടവർക്ക് എഴുതിയ ലേഖനമാണ്. അവിടെ 2 കാര്യമാണ് ദൈവത്തിന് അപ്പോസ്തലൻ. ഒന്ന്, അവൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. 2, അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. ഇന്ന് പകൽ സമയം ആ ഒരു വിശ്വാസം, ആ ഒരു വാഗ്ദത്ത വിഷയത്തിനായിട്ട് നമ്മൾ ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് അത് ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കുവാൻ ഇടയാ തീരട്ടെ. ആരെയാ ദൈവം ഉയർത്തുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നവര്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഭൗതികമായ ഉയർച്ചകളൊക്കെ നമുക്കുണ്ട്. എന്നാൽ ഇന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മീകമായി ദൈവം നമ്മളെ ഉയർത്തണം. തമ്പുരാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ട് ചിന്തിക്കുന്ന നിലവാരത്തിൽ ഞാനും നിങ്ങളും ഒന്ന് ഉയരണം. അങ്ങനെ ഉയരണമെങ്കിൽ താഴ്മയോടെ, വിനയത്തോടെ നാം ദൈവത്തിൽ ഇരിക്കുന്നെങ്കിൽ അവൻ നമ്മളെ നിശ്ചയമായി ഉയർത്തും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആരെയൊക്കെ ദൈവം ഉയർത്തിയോ അവരെല്ലാം പലരും കടന്നുപോയ ചില മാനദണ്ഡങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില തകർച്ചയുടെ വക്കിൽ കൂടെ, ചില നിന്ദകളുടെ വക്കിൽ കൂടെ, ചില പരിഹാസങ്ങളുടെ വക്കിൽ കൂടെ അവരൊക്കെ കടന്നുപോയി. എന്നാൽ അവിടെയെല്ലാം അവർ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ദൈവം അവരെ തക്ക സമയത്ത് ഉയർത്തുവാനിടയാ തീർന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നൊരു ഉദാഹരണം പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. വായിച്ച് സഹായിക്കണമെന്ന് ദൈവത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മളെ 49-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം. വില്ലാളികൾ അവനെ എന്ത് ചെയ്തു? വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോട് നിന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാവുന്ന ഭാഗമാണ്. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ചിന്തിക്കണം, യോസേപ്പ് ഒരു കാലത്ത് കടന്നുപോയ മാനദണ്ഡങ്ങളുണ്ട്. ഈ പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ഫലപ്രദമായ വൃക്ഷമാണ്, നീരുറവിനരികെ നട്ടിരിക്കുന്ന വൃക്ഷമാ. അവൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷെങ്കിൽ എന്തുകൊണ്ട് അവൻ ഉറച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ട് അവൻ ഫലപ്രദമായ വൃക്ഷമായി ഇരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. 37 അധ്യായം 5 വാക്യം വായിക്കുമ്പോൾ തന്റെ പിതാവാകുന്ന യാക്കോബ് തന്റെ മക്കളിൽ എല്ലാവരെക്കാളും അവനെ സ്നേഹിച്ചതുകൊണ്ട് സഹോദരന്മാർ അവനെ എന്ത് ചെയ്തു? പകച്ചു. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാർ അവനെ പകച്ചു. അവൻ ദർശനം കണ്ടതുകൊണ്ട്, സ്വപ്നം കണ്ടതുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനെ പകയ്ക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ കൊല്ലുവാൻ, ദൈവത്തിന് സ്തോത്രം, അവനെ മാറ്റി നിർത്തുവാൻ അവൻ പദ്ധതി ഒരുക്കിയെങ്കിൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പൈതലെ യോസേഫ് ദൈവത്തിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനിടയാ തീർന്നു. ഏതൊരു വ്യക്തിയെയും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉയർത്തണമെങ്കിൽ അത് പിന്നെ ചില വില കൊടുക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, യോസേപ്പിനെ സഹോദരന്മാർ പകച്ചു. നമ്മൾ 86 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് നൽകണമേ. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരുപക്ഷെ ഞാനും നിങ്ങളും അറിയാതെ നമ്മളെ പകയ്ക്കുന്ന ചിലരുണ്ട്. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നന്മ കാണുമ്പോൾ, നമ്മളെ ഉയർച്ച കാണുവാൻ, ഹല്ലേലൂയ, കാണുമ്പോൾ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമ്പോ കാണുമ്പോൾ പലരും നമ്മളെ പകയ്ക്കും. കേട്ടോ, പലരും നമ്മളെ നിന്ദിക്കും. കേട്ടോ, പലരും നമ്മളെ ദൂഷിക്കും. ദൈവത്തിന്റെ പൈതലേ, എന്നാൽ ഇന്നൊക്കെ മറന്നു പോകല്ലേ. അതിന്റെ നടുവിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ ഒന്നേ ഉള്ളൂ, അവരുടെ മധ്യത്തിൽ നന്മയ്ക്കായ ഒരു അടയാളം നൽകണമേ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. യോസേപ്പിന്റെ സഹോദരന്മാരെ അവനെ പകച്ചു. നമുക്കറിയാം, അവനെ പൊട്ടക്കിലേക്ക് ഇടുവാൻ ഇടയാ തീർന്നു. വെറും 20 വെള്ളിക്കാശിന് യോസേഫിനെ വിറ്റുകളഞ്ഞു. ദൈവം ചെയ്യാത്ത കുറ്റത്തിന് കാരാഗത്തിൽ യോസേഫ് അടക്കപ്പെട്ടു. എന്നാൽ അവിടെയെല്ലാം യോസേഫ് പിറുവിർത്തില്ല, യോസേഫ് പരാതി പറഞ്ഞില്ല. യോസേഫിനറിയാം, ഇതിനപ്പുറം എനിക്കൊരു ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ. ഞാൻ കണ്ട ഒരു ദർശനമുണ്ട്, ഞാൻ കണ്ട വെളിപ്പാടുണ്ട്. കേട്ടോ, ഹല്ലേലൂയ. ഞാൻ കണ്ട സ്വപ്നമുണ്ട്, ദൈവം എന്നോട് അറിയിച്ച ചില അരുളപ്പാടുണ്ട്. ഇന്നൊക്കെ ദൈവത്തിന്റെ പൈതലേ, ഒരു ദൈവം നിന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വെളിപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്നൊക്കെ പറയട്ടെ, അതിന് ഒരിക്കലും മാറ്റം വരികയില്ല. തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ, തക്ക സമയത്ത് അതിന് മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹബക്കൂക്ക് 2 അധ്യായം നമ്മൾ എന്തോ വായിക്കുന്നത്? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് നീങ്ങും, വൈകിയാലും അത് നടക്കും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരിക്കണം. ദൈവത്തിന്റെ നാമം ഇന്നൊക്കെ മഹത്വപ്പെട്ട്. നോക്കിക്കേ, യോസേപ്പ് ദൈവത്തിന് കടന്നുപോയ മാനദണ്ഡങ്ങൾ, യോസേപ്പ് കടന്നുപോയ വഴികൾ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ 39 അധ്യായം അതിന് 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ യോസേപ്പിനോട് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. ഇന്ന് പകൽ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, മോശ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ നീ അയക്കരുതേ. ദൈവത്തിന് സ്തോത്രമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ യാത്രയുടെ ആരംഭം മുതൽ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ പകൽസമയം ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ യാത്ര അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാത്തീരും. എത്ര പ്രതിസന്ധികൾ, എത്ര പ്രതികൂലങ്ങൾ, എത്ര തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, ദൈവത്തിന്റെ പൈതലേ, ഈ ദിവസം വിശ്വസിക്കേ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നെ പകയ്ക്കുന്നതിന് നടുവിൽ, എന്നെ നിന്ദിക്കുന്നതിന് നടുവിൽ, എന്നെ വേദനിപ്പിക്കുന്ന നടുവിൽ, എന്നെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന നടുവിൽ എന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്നൊക്കെ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്താട്ടെ.
പ്രൈസ് ദി ലോർഡ്, യോസേപ്പിനെ ഉയർത്തി. ദൈവത്തിന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒത്തിരി കാര്യം അറിയാം. ഒരു ദിവസം നോക്കിയപ്പോൾ കാലിച്ചാക്കുമായിട്ട് പകച്ച, നിന്ദിച്ച, ദുഷിച്ച, കൊല്ലാൻ നോക്കിയ, വിറ്റുകളഞ്ഞ സഹോദരന്മാരെ യോസേപ്പിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അവരുടെ മുൻപിൽ രാജ്യത്തിന് രണ്ടാമനായി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവം ഉയർത്തിയെങ്കിൽ ഇന്നൊക്കെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഒരു വിഷയം പറയട്ടെ, ദൂത് വിളിച്ചു പറയട്ടെ. പലരും നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവരുടെ നടുവിൽ, ഹല്ലേലൂയ, നിന്നെ നിർത്തിയ ഒരു ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്നു ക്രിസ്തുവിലേക്ക് ദൈവത്തിന്റെ പൈതലേ, ഈ ദേശത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണുവാൻ, നിന്റെ തലമുറയുടെ തകർച്ച കാണുവാൻ, ഹല്ലേ, നിന്റെ വേദ കണ്ണുനീര് അവർ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മുൻപിൽ നിന്നെ ഉയർത്തിയ ദൈവമാണെങ്കിൽ ഈ പകർച്ചവ്യാധി നീ മൗനമായിരിക്കരുത് കേട്ടോ. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകർച്ചവ്യാധി ദൈവം നമ്മളെ ഒരുക്കട്ടെ. ദൈവനാമം ഇന്ന് പകർച്ച മഹത്വപ്പെട്ട് യോസേപ്പിനെ ഉയർത്തിയ ഒരു വലിയവനായ ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമൂവേലിന്റെ 2 പുസ്തകം 7 അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ദാവീദ് ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് നാഥാം പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദാവീദ് ഇങ്ങനെ പറയുന്നൊരു പദമുണ്ട്: യഹോവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്ത് ഉള്ളു. ദൈവത്തിന് സ്തോത്രം. എന്റെ ഗ്രഹവും എന്തുള്ളു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊക്കെ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ദാവീദിനെ കുറിച്ചൊക്കെ ഒത്തിരി കേൾക്കുകയും ഒത്തിരി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. ദൈവത്തിന് നാമം മഹത്വപ്പെട്ടെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇപ്പോൾ ദാവീദിനെ ദൈവം ഉയർത്തി കേട്ടോ. എന്നാൽ ദാവീദിനെ ഉയർത്തിയ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ശമൂവേലിന്റെ, ഹല്ലേലൂയ, ദൈവത്തിന് 1 പുസ്തകം 16 അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ 1ാമത്തെ പ്രവാചകനാകുന്ന, ഹല്ലേലൂയ, ആ ശമൂവേൽ പ്രവാചകൻ ആ 16 അധ്യായം 1 വാക്യം പെട്ടെന്ന് വായിച്ചേ. 1 ശമൂവേൽ 16 1 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും കേട്ടോ. വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ, ജനത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവം തന്റെ ജനത്തെ നയിക്കുവാൻ, ഹല്ലേലൂയ, ഇസ്രായേലിനെ, ഹല്ലേലൂയ, മുൻപോട്ട് നയിപ്പാൻ ദൈവത്തിന് സ്തോത്രം. രാജാവിനെ ദൈവം കൊടുത്ത ഒരു പേരാ ശൗല്. പക്ഷെങ്കിൽ 40 വർഷക്കാലം ദൈവത്തിന് സ്തോത്രം ഇസ്രായേലിന്റെ രാജാവായിട്ട് ശൗൽ നിന്നെങ്കിലും തന്റെ 38 വർഷക്കാലം ശൗലിന്റെ മേൽ ഉണ്ടായിരുന്ന ദുരാത്മാവായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇപ്പോ വായിക്കുന്ന രാജസ്ഥാനത്തു നിന്ന് ഞാൻ ശൗലിനെ തള്ളിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തള്ളിയ ശൗലിനെ കുറിച്ച് ശമൂവേൽ ഇവിടെ ദുഃഖിക്കുക. എന്നാൽ ദൈവം കടന്നു വന്ന് ശമൂവേലിനോട് ചോദിക്കും: ശമൂവേലേ, നീ എന്തിനാ ദുഃഖിക്കുന്നത്? കൊമ്പിൽ തൈലം നിറച്ച് നീ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുക. ഞാൻ അവിടെ ഒരുത്തനെ രാജാവായി കണ്ടിരിക്കുന്നു. ഹലോ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവം ഒരുത്തനെ കണ്ടിരിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. ദൈവം കണ്ടവരാ ഇവിടെ ഇരിക്കുന്നത്. എത്ര പേർക്ക് മക്കളുടെ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാത്തിരട്ടെ. ദൈവം കാണാത്തവരാരും ഇവിടെ ഇല്ല. ദൈവം കണ്ടവരെ കാലാകാലങ്ങളിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ മുന്നുമേ കണ്ടതുകൊണ്ടാണ് ഇന്ന് മകർസമയം ഇവിടെ വിശുദ്ധമായി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാത്തീർന്നത്. ഇവിടെ ശമൂവേലിന് പറയുക: നീ കൊമ്പിൽ തൈലം നിറച്ച് യാത്ര ചെയ്യുക. എങ്ങോട്ടാ? ഇശായിയുടെ ഭവനത്തേക്ക്. ഇവിടെ വായിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഭവനത്തെ ബേത്ലഹേമിൽ ഇശായിയുടെ ഭവനത്തെ ശമൂവേൽ കടന്നു എന്ന് ദൈവത്തിന് സ്തോത്രം. അഭിഷേകം ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ കടന്നു എന്നതാ ദൈവത്തിന് സ്തോത്രമല്ലേ. പക്ഷെങ്കിൽ മൂത്തവൻ മുതൽ ഇളയവൻ വരെ ദൈവത്തിന് നിരനിരയാ നിൽക്കുവാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ശമൂവേലിനോട് പറയുവാൻ, ഞാൻ ഇവരെ ആരെയും രാജാവായിട്ട് കണ്ടിട്ടില്ല.
ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓരോ ആളും ഓരോരുത്തർ വിചാരിച്ച് എന്നെ അഭിഷേകം ചെയ്യും, എന്നെ അഭിഷേകം ചെയ്യും. പക്ഷെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരെയും ദൈവത്തിന് സ്തോത്രം തമ്പുരാൻ കണ്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈശായി പറയുക, ഒരുവനുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ കാട്ടില, അവന് ജോലി ആടുകളെ തീറ്റുക. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ തള്ളിയ കല്ല് അത് മൂലക്കല്ലായി തീർന്നെങ്കിൽ ഇന്ന് പറയട്ടെ, ഈശായി ഹല്ലേലൂയ കരഞ്ഞില്ല, വിചാരിച്ചില്ല, തന്റെ കുടുംബം വിചാരിച്ചില്ല, തന്റെ സഹോദരന്മാർ വിചാരിച്ചില്ല. കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയനായിരുന്ന, നല്ല വസ്ത്രം ധരിക്കയില്ലാത്തവൻ, ദൈവത്തിന് സ്തോത്രം, നല്ല ആഹാരം കഴിക്കയില്ലാത്തവന് ദൈവം തന്റെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനിടയാ തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ ഉയർത്താൻ വിചാരിച്ചാൽ ആരെല്ലാം തടസ്സപ്പെടുത്തിയാലും തക്ക സമയത്ത് ഉയർത്തുന്ന വലിയവനായ ദൈവം. ഹല്ലേലൂയ. ഇന്നൊക്കെ സമയം ദൈവനാമം പകൽ സമയം മഹത്വപ്പെടുവാൻ ഇടയാ തീരട്ടെ. ഞാൻ പറയട്ടെ, ഞങ്ങൾ 4 സഹോദരങ്ങള്, അവരുടെ മധ്യ ദൈവത്തിന് സ്വതം ദൈവം മാനിക്കുവാൻ ഇടയാ തീർന്നു. ദൈവത്തിന് നാമം ഇന്ന് പകൽ മഹത്വപ്പെടുവാൻ ഇടയാ തീരട്ടെ. ആ ദാവീദാ പറയുന്നത്, യഹോവേ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ചർച്ചക്കോൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പറയാൻ കഴിയുമോ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? ആരെങ്കിലും ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച് കാണത്തില്ല. ദൈവത്തിന് ഈ പട്ടണത്തിൽ കടന്നു വരുമെന്നും അനുഗ്രഹിക്കപ്പെട്ട ജോലി ചെയ്യുമെന്നും ഇവിടെ നന്നായി ദൈവത്തെ ആരാധിക്കുമെന്നും. ഹല്ലേലൂയ. ദൈവം എന്നെ ഇത്രത്തോളം മാനിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ആരും വിചാരിച്ച് കാണുകയില്ല. നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായി, നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ മാനിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മക്കളെ പറയട്ടെ, ആ മാനിച്ച ദൈവത്തോടെ, ആ ഉയർത്തിയ ദൈവത്തോടെ നമുക്കൊരു നന്ദി ഉണ്ടായിരിക്കണം, ഒരു കടപ്പാടുണ്ടായിരിക്കണം കേട്ടോ. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത് കേട്ടോ. ഇന്ന് ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും ദൈവത്തിൽ കടന്നു വന്ന് ദൈവം ഒരു വട്ടമെങ്കിലും, ഒരു ദിവസമെങ്കിലും അല്പം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം മാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. നാം കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളെ, നാം കഴിക്കാത്ത ആഹാരങ്ങളെ, നാം ധരിക്കാതെ നല്ല വസ്ത്രങ്ങളെ, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം മറന്നു പോകല്ലേ ദൈവം, ഇതിന് നമ്മൾ യോഗ്യരല്ലായിരുന്നു, നമ്മൾക്ക് യോഗ്യതയില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് യോഗ്യരൊക്കെ തീർത്തു. എങ്കിൽ ഈ സമയം കരുമുറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ പറ്റുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് എന്നെ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. കാട്ടിക്കിടുന്നവനെ രാജാവാക്കിയെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, മരച്ചുവട്ടിൽ കിടന്നവനെ ദേവദാരുണ കൊട്ടാരത്തിന്റെ നടുവിൽ ദൈവം ഇരുത്തിയെങ്കിൽ, എന്റെ നിങ്ങളുടെ ദൈവമാരാ? സമയം ദൈവത്തിന് സംഭവം ആരോ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞല്ലോ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെട്ട്. ഈ പകൽ സമയം നമ്മുടെ ദൈവം ആരാ? എന്നെ ഉയർത്തുന്ന ദൈവം കേട്ടോ. ഉയർത്തുന്ന പത്രോസ് ചുമ്മാത് പറഞ്ഞതല്ല കേട്ടോ. വലയും പടകവും എടുത്തും വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യാതൊരു വിദ്യാഭ്യാസവും ഇല്ല കേട്ടോ. അല്ലേ, യാതൊരു അർഹതയും ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുമെന്ന് പറയാം. ആ പടകും വലയും വിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങിയ പത്രോസിനെ ദൈവം ഉയർത്തിയവനാ കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് നീ പത്രോസ് ആകുന്നു, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ് സഭയുടെ താക്കോൽ പത്രോസെ ഏൽപ്പിച്ചെങ്കിൽ, ഈ ദിവസം പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, സകലതും വിട്ട് ദൈവത്തെ പിൻപറ്റി
നിറവേറ്റാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പകലിയ എടുത്തും വലത്തും പക്ഷേ നിനക്കൊന്നുമില്ലെങ്കിൽ കാണത്തൊക്കെ ഒന്നുമില്ലെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ഇതിലെ തക്ക സമയത്ത് മാനിപ്പാൻ ദൈവ വിശ്വസ്തന കേട്ടോ. തക്ക സമയത്ത് ഉയർത്താൻ മതിയായവനെ കേട്ടോ. ഒരുപക്ഷെ ഇന്ന് നീ കാണത്തൊക്കെ ഒന്നുമില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ദിവസമുണ്ടല്ലോ എന്നെ മാനിക്കുന്ന ദിവസമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടല്ലേ? ഒരു ദിവസം നിന്നെ മാനിക്കുന്ന ദിവസമുണ്ട്. ഒരു ദിവസം നിന്നെ മറ്റുള്ള നടുവിൽ നിർത്തുന്ന ദിവസമുണ്ട്. അതാ ദാവീദേ, നീ കാട്ടിക്കിടന്നെങ്കിൽ നിന്നെ രാജാസ്ഥാനത്തിനെ കൊണ്ടുവന്നത് നിന്നെ ഉയർത്തിയവനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിനെ അവന്റെ ബലമുഴക്കായി കീഴെ താണിരിപ്പിൻ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം പെട്ടെന്ന് എടുത്തി 5 വാക്യം 5-ാം വാക്യം താഴോട്ട് വായിച്ചാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ. ക്രിസ്തു യേശുവുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കണം, അവൻ ദൈവരൂപത്തിലിരിക്കെ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർഗത്തിൽ വസിച്ചവനാകുന്ന കർത്താവ് ഈ തണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി വിളങ്ങി കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഉണ്ടായിരുന്നവൻ ദൈവത്തിന് സ്തോത്രം ദരിദ്രനായി തീർന്നു. എന്തിനാ? നമ്മളെ സമ്പന്നരാക്കി തീർക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നേ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ദൈവത്തിന്റെ പൈതലേ, ആരെല്ലാം എന്റെ കർത്താവിന്റെ നാമത്തെ താഴ്ത്തിക്കളഞ്ഞാലും പിതാവ് അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് വിശ്വാസത്തോട് പറയാൻ കഴിയും? തമ്പുരാൻ പിതാവ് തന്റെ പുത്രനെ ഉയർത്തിയെങ്കിൽ ആ പുത്രൻ മുഖാന്തരം നമ്മളെ ഉയർത്തുന്ന വലിയവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല മുഴങ്കാലും അവന് മുൻപിൽ വണങ്ങും കേട്ടോ. എല്ലാ നാവും യേശു കർത്താവെന്നേ ഏറ്റു പറയും. ദൈവത്തിന് ഇന്ന് ദുഷിക്കുന്ന നാവുകളുണ്ട്, നിന്ദിക്കുന്ന കർത്താവ് നിന്ദിക്കുന്ന നാവുകളുണ്ട്. ദൈവത്തിന് എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ വചനം പറയുന്നേ, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയും. ഈ പകൽ സമയം അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പി. താഴ്മയുള്ളവരെ, താണിരിക്കുന്നവരെ ഉയർത്തുന്ന വലിയവനായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ മക്കളെ, എന്തെങ്കിലും ഉയർത്തപ്പെടാനുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നേ, നീ അല്പം താഴെ, അല്പം താണിരിക്കെ. ഇന്ന് പകൽ സമയം നീ താണിരിക്കുവാണെങ്കിൽ നിന്നെ മാനിക്കുന്ന വലിയവനായ ദൈവം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം ഉയർത്തുവാൻ ഒരു സമയമുണ്ട്. അത് തക്ക സമയം. നമ്മുടെ സമയത്തല്ല, നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല. ദൈവത്തിന്റെ സമയത്തിനായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഒന്ന് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാ തീരട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിച്ചത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേലിട്ടുകൊള്ളുവീൻ. പത്താരും സുവിശേഷം ഇങ്ങനെ വായിക്കും, എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നീ വിചാരിക്കല്ലേ. അവയൊക്കെയും ലോകം മനുഷ്യ വിചാരിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമ്മളെ നടത്തുന്ന ഒരു ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പൈതലേ, അതുകൊണ്ട് നമ്മുടെ ചിന്താകുലമെല്ലാം അവന് മേലിട്ടുകൊള്ളുവേൻ.
ദൈവത്തിന് സ്തോത്രം. പറവവും ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വന്നപ്പോൾ മോശക്ക് നേരെ പിറുവിർത്തു. മോശയോട് പറഞ്ഞു, മോശേ, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവരുടെ പിറുവിറുപ്പ് കണ്ടല്ലേലുയ, അവരുടെ നിലവിളി കേട്ടെ അവർക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ മന്ന കരുതിയെങ്കിൽ, പാറയിലെ വെള്ളം കരുതിയെങ്കിൽ, കാടപ്പക്ഷിയെ ഇറച്ചിയായിട്ട് അവർക്ക് കരുതിയെങ്കിൽ, ഇന്നൊക്കെ സമയം ആ മരുഭൂമിയിൽ തന്റെ ജനത്തെ നടത്തി അവർക്ക് വേണ്ടി കരുതിയ ദൈവം എനിക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനാ, നമുക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനാ. അതുകൊണ്ട് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതും? എന്റെ കുടുംബത്തിന് വേണ്ടി ആര് കരുതും? ഹല്ലേലൂയ. എന്റെ ഭവനത്തിന് വേണ്ടി ആര് കരുതും എന്ന് വിചാരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് അതോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന വലിയവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഏലിയാവിനെ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ അവൽ ഒരാളെ പോൽ നിന്നെയാക്കും. ആ വാക്കിന് മുൻപിൽ ഏലിയാവ് ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇനി എനിക്ക് ജീവിക്കണ്ട, മരിച്ചാ മതി എന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഒരു ചൂരച്ചെടുക്കിൽ കടലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിനെ തട്ടി ഉണർത്തി. ഹല്ലേലൂയ. അവന് വേണ്ടി കരുതിയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, വിധവയെ കൊണ്ട് അവന് വേണ്ടി കരുതിയെങ്കിൽ, കാക്കയെ കൊണ്ട് അവനെ വേണ്ടി കരുതിയെങ്കിൽ, ഇന്ന് പറയട്ടെ, നമുക്ക് വേണ്ടി അതിശ്രേഷ്ഠമായി ഒന്ന് കരുതുന്ന ദൈവമാണ്. ആ കാര്യം അവിടെ പറയുന്ന, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സകല ചിന്താകുലവും അവനുമേലിട്ടുകൊള്ളും. ഇന്നൊക്കെ സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനാ ദൈവം. പത്രോസ് ഇത് പറഞ്ഞത് തന്റെ അനുഭവത്തിൽ കൂടെ നമുക്കറിയാം. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, പത്രോസും യോഹന്നാനും യാക്കോബും സെബെദി മക്കൾ ഒന്നിച്ച് അവർ പഴയ വലയും പടകും എടുത്തോണ്ട് അവർ തിബിരിയാസ് കടലിലേക്ക് വല വീശാൻ പോകുകയാണ്. പക്ഷെ അവിടെ വായിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഒരു 4-ാമത്തിൽ കടന്നു ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഞങ്ങൾ രാത്രി മൊത്തം അധ്വാനിച്ചോ, ഒന്നും കിട്ടിയില്ല. എന്നാൽ യേശു തമ്പുരാൻ പറയുക, പടകന്റെ വലത്ത് വശത്തെ വല വീശുക. അന്ന് രാത്രി മുഴുവൻ വീശിയിട്ടും ലഭിക്കാത്ത നന്മ, ദൈവത്തിന് സ്തോത്രം, ആ രാത്രിയുള്ള 4-ാമത്തിൽ അവരെ വല നിറച്ച് ലഭിപ്പാനിടയാ തീർന്നെങ്കിൽ, ദൈവത്തിന് നിരാശരായി വല കഴുകിക്കൊണ്ട് വലയെ ചുരുട്ടി കെട്ടിക്കൊണ്ട് ദൈവത്തിന് നിരാശരായി വീട്ടിലേക്ക് പോകാനിരുന്ന പത്രോസും യോഹന്നാനും യാക്കോബ് ദൈവത്തെ അവരെ വീശിയപ്പോൾ ദൈവത്തിന് പ്രതീക്ഷയ്ക്കപ്പുറമായി വല നിറച്ച് നന്മ ലഭിച്ചെങ്കിൽ, ദൈവം അവർക്ക് വേണ്ടി നന്മ കരുതിയെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ പൈതലേ, ഇന്നവരെ ലഭിക്കാത്ത, ഇന്ന് ലഭിക്കാത്ത ഒരുപക്ഷെ നാളെ ലഭിക്കല്ലെന്ന് വിചാരിക്കുന്ന ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വലിയവനായ ദൈവം. സ്തോത്രം. നമ്മൾ വായിക്കുന്ന അത്രയും പെരുത്ത മീൻകുട്ടം ഉണ്ടായിട്ടും ആ വല കീറിയില്ല. ഇന്ന് പറയട്ടെ, കരുതിയ ദൈവമാകട്ടോ, മാനിച്ച ദൈവമാകട്ടോ. ദൈവത്തിന് സ്തോത്രം. ആ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെ കുറിച്ചും എന്തല്ലേ എന്ന് പറഞ്ഞാട്ടെ, ഒന്നിനെ കുറിച്ചും എല്ലാറ്റിലും പ്രാർത്ഥിയാലും അപേക്ഷിയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കവേ എത്രേ വേണ്ട. ഇന്നൊക്കെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് നമുക്ക് പറയാം, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തോട് പറയാം. അത് എന്ത് തന്നെയായാലും ഒരുപക്ഷെ മറ്റുള്ളവർ കേൾക്കാതെ ദൈവത്തിന് സ്തോത്രം എല്ലാവരോടും പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ എല്ലാം പറയാൻ ഒരിടം നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് നിനക്കുള്ളതെല്ലാം പറയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും ഇന്നൊക്കെ സമയം അവന്റെ മുൻപിലേക്ക് നമുക്കൊന്ന് ഇറക്കി വെക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ഇന്ന് ദൈവത്തിന്റെ പൈതലേ, എന്തെങ്കിലും വിഷയങ്ങളുമായി നീ ഭാരപ്പെടുന്നെങ്കിൽ, നീ വിചാരപ്പെടുന്നെങ്കിൽ പറയട്ടെ, നമുക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾക്കപ്പുറമായി, നമ്മുടെ ചിന്തക്കപ്പുറമായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനായ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലം കൈക്കെത്താനിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളുമോ അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഈ പകൽ സമയം നമ്മുടെ വിഷയങ്ങളെ നമുക്ക് അവന്റെ മേൽ നീടാം. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1-ാം അധ്യായം 17-ാം വാക്യത്തെ അവസാന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുവരുവേ, ഞാനത് തീർത്ത് തരും. ദൈവത്തിന് സ്തോത്രം. ഇന്നൊക്കെ സമയം എന്ത് തന്നെയായാലും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ദൈവത്തിന് സ്തോത്രം, ഏത് വിഷയമായാലും അവന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കെ, അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കെ. അവനെ തീർപ്പ് കൽപ്പിക്കുവാൻ വിശ്വസ്തനാ ദൈവമാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? ദൈവജനമേ, ഈ പകൽ സമയം ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം തന്റെ ആത്മാവിൽ കൊണ്ട് നമ്മോട് ഇടപെടുവാൻ ഇടയാ തീർന്നു. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ബലമ കൈക്കീഴും താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നയാൽ നിങ്ങളുടെ സകല ചിന്താകുലമോ അവന് മേലിട്ടുകൊള്ളുവേ. ഇന്നൊക്കെ സമയം ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങളെ ഒന്ന് ഏൽപ്പി. കർത്താവേ, എന്റെ വിഷയം ഇന്നതാണ്. രഹസ്യങ്ങളെ അറിയുന്ന വലിയവനാ ദൈവം, നമ്മുടെ വേദനകളെ അറിയുന്നവനാ ദൈവം. ആ നയിലെ വിധവയുടെ വേദനയെ അറിഞ്ഞ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന് സ്തോത്രം. മാർത്തയുടെ മറിയയുടെ ഭവനത്തിലെ വേദനകളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയവനാ ദൈവമെങ്കിൽ, അവർ ഭാരമേറി വിഷയത്തിന് പരിഹാരം കൊടുത്തെങ്കിൽ, ഈ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ഈ ആരാധന മധ്യത്തിൽ ഈ ഹോളി ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, എന്ത് തന്നെ വിഷയമായിട്ടാ ഞാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിന്റെ സമീപത്തിരിക്കുന്ന സഹോദരിയോ സമീപത്തിരിക്കുന്ന സഹോദരനോ അത് അറിഞ്ഞില്ലെങ്കിൽ, എന്നാൽ ഇന്ന് എല്ലാം അറിയുന്ന വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം കേട്ടോ. ഒരുപക്ഷെ നീ മറ്റു നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരുതിയിട്ടില്ലായിരിക്കാം, ഇന്ന് വരെ വലിയ നീ അധ്വാനിച്ചൊന്നും നേടിയിട്ടില്ലായിരിക്കാം. എന്നാൽ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നീ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അവൻ തക്ക സമയത്ത് ഉയർത്ത ദൈവം മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടുന്നൊക്കെ കരുതുന്ന ദൈവമാണ്. മരുഭൂമി തന്നെ ജലത്തിന് വേണ്ടി കരുതിയ ദൈവം. ഹല്ലേലൂയ. ഏലിയാവിന് വേണ്ടി കരുതിയ പത്രോസ് വടകിലെ നിറച്ച ദൈവം ഇന്ന് പറയട്ടെ, ഈ മരുഭൂമി ജയത്രയിലെ നമുക്ക് വേണ്ടി കരുതുന്ന വലിയവനായ ദൈവം. ഒരു പാട്ടിന്റെ ഒരു ചരണം നമുക്കൊന്ന് പാടാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന തേന്തിനു നീ കരുതുന്നവേ